ആദ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേമസ് മെന്റലിസ്റ്റ് ആണല്ലേ. അദ്ദേഹത്തെ പോലെ തന്നെ നമ്മുടെ പ്രശസ്തനായ മെന്റലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സാർ വരും. ഇപ്പോൾ എന്തായാലും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഒറ്റയ്ക്കൂടി നമസ്കാരം. അപ്പോൾ നമ്മുടെ മെന്റൽ സ്പോർട്ടിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്ര നാളത്തെ ഒരു 10 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. കാരണം ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ജോലിയും അതുപോലെ കുറേ കുടുംബങ്ങളുടെ ആശ്രയവുമാണ്. അപ്പം ആ ഒരു സ്ഥാപനം 10 വർഷം നിലനിൽക്കണമെങ്കിൽ ആ വിശ്വാസ്യതയും അതിൻ്റെ ഗുണമേന്മയും എല്ലാം നമ്മൾ നാട്ടുകാരും എല്ലാം അറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ടായിരിക്കും. 10 വർഷം മുമ്പുള്ള കാഞ്ഞങ്ങാടിൻ്റെ ഒരു അവസ്ഥ തന്നെ ചിലപ്പം ഒരു നല്ല നൂതനമായ സാങ്കേതികയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അത്രയും പ്രതിസന്ധികൾ കടന്നു വന്ന മെറ്റൽ സ്പോർട്ടിന് ഇത്രയധികം സ്നേഹം കൊടുത്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ അക്ഷമയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സുരേഷ് സാറ് ഇപ്പോൾ എത്തിച്ചേരും. അപ്പം അത് ഏറ്റവും നല്ല വിശ്വാസത്തോടെ ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഈ സ്ഥാപനത്തിന് ഇനി ഒരുപാട് സഹോദര സ്ഥാപനങ്ങളും അതുപോലെ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. സുരേഷ് നാരായണൻ എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലം കാസർഗോഡ് ഡിസ്ട്രിക്ട്, ട്രസ്റ്റി മെമ്പർ, ഗ്ലോബൽ അസോസിയേഷൻ ആൻഡ് ക്ലോസപ്പ് ഇംപ്രോംപ്റ്റു മാജിക്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരണമാണ്. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ബിരുദ യോഗ്യത. അപ്പോൾ അദ്ദേഹം എന്തായാലും നമ്മുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മനസ്സ് വായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്ലീസ്. ഈ മാജിക് ഷേപ്പ് ഉണ്ടല്ലോ, നിങ്ങളെ ഊർജ്ജമാണ് എൻ്റെ ഊർജ്ജം, എന്നുള്ളത് വിജയിക്കും. അതുകൊണ്ട് ഒന്നും കൂടെ ഉച്ചത്തിൽ പറയാം. നമസ്കാരം. യെസ്, താങ്ക് യു. മാജിക് എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ദൃശ്യകലയാണ് ഈ മാജിക്. ഈ മാജിക്കിന് പിന്നിൽ അമാനുഷ്യ ശക്തിയുടെ യാതൊരു സ്വാധീനവുമില്ല. നിരന്തരമായ പരിശീലനം കൊണ്ട് വേദിയിലും വേദിക്ക് പുറത്തും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയാണ് ഈ മാജിക്. യഥാർത്ഥത്തിൽ മാജിക്കിനെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. മാജിക്കിന്റെ ആദ്യ രൂപമാണ് ഇലൂഷൻ മാജിക് എന്ന് പറയും. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ മിഥ്യാബോധം എന്നാണ് പറയുന്നത്. മാജിക്കിന്റെ 3ാമത്തെ രൂപമാണ് മെന്റലിസം മാജിക്, അതായത് മൈൻഡ് ആൻഡ് മാജിക്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് മനസ്സും ശാസ്ത്രവും സമന്വയിപ്പിച്ചിട്ടുള്ള ദ മൈൻഡ് ആൻഡ് മാജിക് എന്നൊരു പ്രോഗ്രാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാജിക്കിന്റെ 4ാമത്തെ രൂപം മാത്ത മാജിക്, അതായത് കണക്ക് കൊണ്ടുള്ള ജാലവിദ്യകൾ. ഈ മനസ്സും ശാസ്ത്രവും കൊണ്ടുള്ള ഈ മെന്റലിസം എന്ന് പറയുന്ന ഈ മാജിക്കിന്റെ പുതിയ രൂപം, ഇതിന്റെ വിജയ ശതമാനം വെറും 60 മാത്രമാണ്. കാരണം അത് 2 മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ് അത് വർക്കൗട്ട് ആവുന്നത്. പക്ഷേ ഏകദേശം 5-6 വർഷമായി ഈ ഒരു കലാരൂപം രൂപം കൊണ്ടിട്ട്. എന്തായാലും ഇതിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും പാർട്ടിസിപ്പേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടങ്ങാല്ലേ? യെസ്, ഞാൻ സുരേഷ് നാരായണൻ. കൈകാം പ്ലീസ്. ഈ കൈയടിക്കുന്ന നമുക്കൊരു പ്രശ്നമില്ല, എപ്പോഴും കൈയടിക്കാം. ഓക്കെ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. എനിക്കൊരു വ്യക്തി വേദിയിലേക്ക് വേണം. റൈറ്റ്, ഇതൊരു പേപ്പർ ബോളാണ്. ഞാൻ ഈ ബോൾ ഓഡിയൻസിലേക്ക് എറിയുകയാണ്. ഇത് കിട്ടിയ വ്യക്തി ഇവിടെ വേദിയിലേക്ക് വരാം. റൈറ്റ്, അല്ല നിങ്ങൾക്ക് ആരെയും കിട്ടിയ പ്രശ്നമില്ല. എന്താ മോൻ്റെ പേര്? ജസ്റ്റിൻ. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങുള്ളൂ, പരിവേഷത്തോളൂ, എറിഞ്ഞോളൂ. മനസ്സുകൾ തമ്മിലൊരു പോരാട്ടമാണ്. എറിഞ്ഞോളൂ, എറിഞ്ഞോളൂ ബാക്ക് സൈഡിലേക്ക്. ഓക്കെ, വരൂ പ്ലീസ്. നല്ല കയ്യിൽ കൊടുക്കാം. ഓക്കെ, വെൽക്കം. എന്താ സാറിൻ്റെ പേര്? സന്തോഷ്. സന്തോഷാണ് വന്നിട്ടുള്ളത്. സന്തോഷം, ബോർഡ് കയ്യിൽ വെക്കാം. ഓക്കെ, ഇതിനു മുമ്പ് ആരെങ്കിലും മൈൻഡ് റെഡി ആയിട്ടുണ്ടോ? മനസ്സ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. വൈഫ് വായിച്ചിട്ടുണ്ടല്ലേ? അല്ല, വൈഫ് ഉണ്ടോ വെച്ചാൽ വൈഫ് ഉണ്ടെന്നാണോ ഞാൻ ചോദിച്ച. വൈഫും എപ്പോഴെങ്കിലും മനസ്സ് വായിച്ചിട്ടുണ്ടോ ചോദിച്ചില്ല? ഇല്ല, വ്യക്തമാണല്ലേ? ഓക്കെ, താങ്ക് യു. എനിക്ക് അങ്ങനെയുള്ള ആളെ വേണ്ടത്. സോ ആഫ്റ്റർ പേഴ്സൺ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന് കണ്ണടക്കാം. ക്ലോസ് യുവർ ഐസ്. ശ്വാസം പതുക്കെ അകത്തേക്ക് പിടിക്കാം, പുറത്തേക്ക് വിടാം. അതിനുശേഷം ഇറ്റ്സ് ഓൺലി ആൻ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് മാത്രമാണ്. സന്തോഷ് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. സന്തോഷ് ചെയ്യേണ്ടത് ഒരു നമ്പർ മനസ്സിലാക്കുക. അതായത് 1-നും 10-നും ഇടയിൽ ഒരു നമ്പർ മനസ്സിലാക്കുക. പറയാൻ പാടില്ല. കണ്ടു നോക്കൂ, വിചാരിച്ചില്ലേ? എന്നെ കണ്ടു നോക്കൂ. ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. യെസ്, ഞാനൊരു നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്ര ശരിയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു കാര്യമില്ല. സന്തോഷം ഒന്ന് പിടിച്ചു നോക്കാം. ഞാൻ ചെയ്തോളൂ. നമ്പർ 4. You mean number 4? Number 4. ഈ നമ്പർ 4 എന്ന് വിചാരിക്കും ഒരു പ്രത്യേകത ഉണ്ടോ? Sorry, this is number 4.
ആ ബോർഡ് കയ്യിൽ വെച്ചു അവിടെ ഇരിക്കാം. നമ്മൾ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് നോക്കും, ഫേസിന്റെ മൈക്രോ എക്സ്പ്രഷൻ നോക്കും, കൂടാതെ അദ്ദേഹത്തിന്റെ വോയിസിന്റെ ടോൺ, സൗണ്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഓൺലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു പഠിപ്പ് മാത്രമാണിത്. ഓക്കെ, എന്താ പേര് പറഞ്ഞ മാഡത്തിന്റെ പേര്? സുമി. സുമി ഇവിടെ എടുക്കാം പ്ലീസ്. സുമി ചെയ്യുന്നത് മനസ്സിൽ ഒരു കറൻസി നോട്ടിന്റെ വലിപ്പം മനസ്സിൽ വിചാരിക്കുക. ഏതെങ്കിലും ഒരു കറൻസി ആയിക്കോട്ടെ. ഓക്കെ, അതിന്റെ സൈസിൽ നിന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, മുറിച്ചെടുത്തോളൂ. റൈറ്റ്. ഓക്കെ, താങ്ക് യു. അതെ നോക്കാം. ഇത് സുമി തന്ന കടലാസാണ്, എൻ്റെ കടലാസല്ല. എൻ്റെ കടലാസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതിലെന്തോ കാര്യമുണ്ട് വിചാരിക്കും. സോ സുമി തന്ന കടലാസാണ്. ഞാൻ ഇതിൻ്റെ ഒരു കഷ്ണം മുറിച്ചതിന് ശേഷം സുമി തിരികെ നൽകുന്നു. ദിസ് വാച്ച് ഞാൻ ചെയ്യുന്നില്ല. ഇതിന് ഇടന്ന് വലത്തോട്ട് ഒരു മടക്കുന്നു, ലൈക്ക് ദിസ്. ഓക്കെ, റൈറ്റ്. ആൻഡ് എത്ര മടക്കായി? ഒരു മടക്ക്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് 1 fold. ശ്രദ്ധിക്കണം. ആൻഡ് ഫ്രം ബോട്ടം ടു ടോപ്പ് another fold. എത്ര മടക്കായി? 2 മടക്ക്. ആൻഡ് അഗൈൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് 1 more fold. മടക്ക് 3. ഓക്കെ, ആൻഡ് another fold. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് 3 fold ആയി. പ്ലീസ് വാച്ച് കെയർഫുള്ളി സുമി. ഇവിടെ സംഭവിക്കുന്ന നോക്കിക്കോളൂ. ആൻഡ് ഞാൻ ചെറിയൊരു മാജിക് ആക്ഷൻ കാണിക്കുകയാണ്. ഈ മാജിക്ക് ഊതിക്കഴിഞ്ഞാൽ വരുന്ന എല്ലാവരും പറയാറ്. ഞാൻ ഒന്ന് ഊതിയിട്ടുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് സുമി? ദിസ് ഈസ് ദ 4th fold. 4ാമത്തെ മടക്ക്. ചിരിക്കുന്നുണ്ടോ? ആൻഡ് ഇത് 3ാമത്തെ മടക്കാണ്. സി ദ 3rd fold, 2nd fold, and this is the 1st fold. പെട്ടെന്ന് ഒരാൾ കൊടുക്കുന്നത് 2ാമത്തെ ആൾ പ്ലീസ് പെട്ടെന്ന്. 2 ജോണിയായിട്ട് 3. 4ാമത്തെ ആള് ഇവിടെ. 4ാമത്തെ ആള് ബാക്കിൽ ആരും കൊടുത്തില്ലല്ലോ. ഒന്ന് സഹകരിക്കും. ഒരു കാര്യമില്ല. അതെത്ര രൂപ വേണ്ടി? 2000. അപ്പോൾ ഹാപ്പി അല്ലേ? ആ 2000 എൻ്റെ ഇതിൽ വെച്ചോ. മറ്റേത് ഇതാണ്. ആ പണം കിട്ടുന്നവരെ മാത്രമേ ലോകിയുള്ളൂ. മനുഷ്യ ആളെ ഓർമ്മയില്ല, പണത്തെ ഓർമ്മയില്ല. വാങ്ങിച്ച ആളെ ഓർമ്മയുണ്ടല്ലോ. ശ്രദ്ധിക്കേണ്ടത്, എനിക്കിതിന് ഉത്തരവാദിത്വമില്ല. കാരണം ഞാനൊന്നും അറിയില്ല. ഇനി നിങ്ങളാണ് സുമിയോട് പണം വാങ്ങേണ്ടത് കേട്ടോ. സോ സുമി ചെയ്യേണ്ടത് ജസ്റ്റ് ആ കറൻസി ഒന്ന് ഷഫിൾ ചെയ്യാം. യു ക്യാൻ ഷഫിൾ ദാറ്റ് കറൻസി. ഒന്ന് ഷഫിൾ ചെയ്തോളൂ. ഓപ്പൺ ചെയ്യും. ഷഫിൾ ചെയ്യും. അതിൽ നിന്ന് ഒരു കറൻസി എടുക്കാം. ഇഷ്ടമുള്ളൊരു കറൻസി. ഞാൻ നോക്കുന്നില്ല. ഇഷ്ടമുള്ളൊരു കറൻസി എടുക്കാം. ആൻഡ് എടുത്തില്ലേ? ഓക്കെ, എടുത്തതിന് ശേഷം അത് കൈ വെക്കാം. സുമി ചെയ്യേണ്ടത് ബാക്കി 3 തിരിച്ചെടുത്തോളും. നമ്മൾ ഏത് മാജിക് കാണിക്കുമ്പോഴും ഓഡിയൻസിനെ നമ്മൾ ഉപയോഗിക്കുന്ന ആ വസ്തു പരിചയപ്പെടുത്തി കൊടുക്കണം. 500 രൂപ കറൻസി പരിചയപ്പെടുത്തി കൊടുത്തോളൂ. ഓപ്പൺ ചെയ്ത് കാണിക്കോളെ ഓഡിയൻസിനാ. 500 rupees ആണ്. Yes. And just make 1 fold from left to right. കഴിഞ്ഞോ? From bottom to top another fold. And again from left to right 1 more fold. And again the 4th fold is from bottom to top. കഴിഞ്ഞില്ലേ? 4 fold. നേരത്തെ കണ്ടതേ ഫോൾഡാണ്. ചെറിയൊരു ഫോൾഡായില്ലേ? ഒന്ന് ഞാൻ കാണിച്ചോളൂ. നോട്ടെ. ആ കുഴപ്പമില്ല, ഇങ്ങനെ മതി. ഓക്കെ, കാര്യം ചെയ്യാം. ഇത് സുമിക്ക് തരാം. ഇത് ഞാൻ കവർ ഇട്ടതിന് ശേഷം സുമിക്ക് തരാം. സുമി ഒരു കാര്യം ചെയ്യുള്ളൂ. ഇത് കൽപ്പിക്കാം. ഞാൻ സ്റ്റാപ്പിൾ അടിച്ചു തരാം. സി വൺ തിങ്, ഐ ഗോട്ട് സ്റ്റാപ്പിൾ വിത്ത് മീ. ഷാജി അടുത്തുണ്ടോ? ഇല്ല, അവിടെ വെച്ചോളൂ. ഷാജി വന്നാൽ ഷാജി കേൾപ്പിക്കണം. ഓക്കെ, താങ്ക് യു. ഈ മെന്റലിസത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ് ഇവിടെ കഴിഞ്ഞു. എന്താ പേര് പറഞ്ഞ? രഞ്ജിത്ത്. ഒരു കാര്യം രഞ്ജിത്ത് എത്ര പഠിച്ചു? ഒരു ചെറിയ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ. എൻ്റെ ആവശ്യം വന്നതെന്ന് വെച്ചാൽ ഇത് വായിക്കാൻ പറ്റും. കറക്റ്റ് വായിക്കണം, സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. ഇൻഫ്ലുവൻസ്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഉപയോഗം ഓക്കെ, റൈറ്റ്. രഞ്ജിത്തെ 6 പുസ്തകങ്ങൾ കേൾപ്പിക്കുക.
അതിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബുക്ക് സെലക്ട് ചെയ്യാം. യു ക്യാൻ ചൂസ് എനി വൺ ഓഫ് ദിസ് ബുക്ക്. ഇഷ്ടമുള്ള ഒരു ബുക്ക് എടുത്തോളൂ. ഞാൻ ഏത് ബുക്ക് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, എടുത്തോ. ബാക്കി ബുക്ക് മാറ്റി വെച്ചോളൂ. ഇറ്റ്സ് എ റാങ്ക് സെലക്ഷൻ അല്ലേ ഇഷ്ടേ? ഇത് റാങ്ക് സെലക്ഷൻ ആണ് കേട്ടോ. ഇത് ഞാൻ രഞ്ജിത്തിന് ഒരു കാരണവശാലും ഈ പുസ്തകം എടുക്കണം അത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇറ്റ്സ് യുവർ ചോയ്സ് അല്ലേ? ഓക്കെ, ഞാൻ ചെയ്യേണ്ടത് ഏകദേശം ഒരു ലക്ഷക്കണക്കിന് വാക്കുള്ള ഒരു പുസ്തകമാണിത് അല്ലേ? ഓക്കെ, ഈ പുസ്തകത്തിൽ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ട്. ഞാൻ ഈ പുസ്തകത്തിലെ പേജ് പോലെ റിഫർ ചെയ്യുമ്പോൾ യു ക്യാൻ സേ സ്റ്റോപ്പ് അറ്റ് എനി പോയിന്റ്. ഏത് പേജിൽ നിർത്താൻ പറയും. റൈറ്റ്, ആ സമയത്ത് ഞാൻ പേജിൽ ഓപ്പൺ ചെയ്യും. ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് വെൻ ടു സീ ദ ലെഫ്റ്റ് പേജ്, ഏറ്റവും അടിയിലെ ലൈനിൽ അവസാനത്തെ വേർഡ് സ്പെല്ലിംഗ് തെറ്റാണ് ഈ പേര്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. കണ്ണു നടക്കാം, ശ്വാസം പതുക്കെ അകത്തേക്ക് വലിക്കാം, പുറത്തേക്ക് വിടാം. സി എവിടെ നിർത്താൻ പറയാം. മതിയോ? യു വാണ്ട് ടു ചേഞ്ച് പേജ്? ഈ പേജ് മാറ്റാണ്ടോ? ഇല്ല. സോ സീ ദ വേർഡ് ഫ്രം ദ ലെഫ്റ്റ് പേജ്, ഏറ്റവും അടിയിൽ ലൈനിലെ അവസാനത്തെ വേർഡ്. വാട്ട് യു ഹാവ് ടു ഡു ഈസ്, കണ്ടില്ലേ സ്പെല്ലിംഗ് തെറ്റുമെങ്കിൽ തെറ്റാൻ പാടില്ല. ഞാൻ ഇത് തുറന്നു വെക്കുന്നത് രഞ്ജിത്തിന് ആ സ്പെല്ലിംഗ് കാണാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, റെഡി? സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. എനിക്ക് ടു ഫോൾഡ്, കീപ് ഇറ്റ് ഇൻ പോക്കറ്റ്. അത് ഫോൾഡ് ചെയ്തോ, പോക്കറ്റ് വെക്കാം. യു ക്യാൻ ഗോ ടു സീറ്റ് പ്ലീസ്. നമ്മുടെ ഈ ജീവിതത്തിലെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടമാണ്. അവിടെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം. ശരിയല്ലേ? ആ കാലഘട്ടത്തിൽ ആ സമയത്ത് നമ്മെ ശകാരിക്കാനും ഉപദേശിക്കാനും നമ്മോട് ഒത്തുകൂടാനും നമ്മോട് അടിപിടി കൂടാനും ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. കളിക്കൂട്ടുകാരൻ എന്ന് പറയും. അതാണ് നമ്മുടെ യഥാർത്ഥ ക്ലാസ്മേറ്റ് നമ്മൾ കാണുന്നത്. അതായത് എത്ര വർഷം കഴിഞ്ഞാലും അവൻ ഏത് ഉയർന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാലും അവൻ നമ്മളെ മറക്കില്ല, നമ്മളും അവനെ മറക്കില്ല. അതാണ് ആ ബന്ധത്തിന്റെ ആഴം. സോ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും മനസ്സിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒന്ന് പ്രതിഷ്ഠിക്കുക. ഇപ്പോൾ പേരൊന്ന് മനസ്സിൽ വിചാരിക്കുക, അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം, ആ ബോളൊന്ന് എഴുന്നേൽക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പരിപാടി വിജയ കൈയടിയാണ് എന്ന് പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞിരുന്നായിരുന്നു. സീന ബോൾ കഴിയുന്നല്ലേ? ഒന്ന് കണക്കാം. ഞാൻ വിചാരിക്കും ഒരു വ്യക്തിയുടെ പേര് മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. സീനയുടെ ഒപ്പം പഠിച്ച ആ ഒരു കളിക്കുട്ടുകാരുടെ പേര് മനസ്സിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ഉണ്ട്. ഓക്കെ, ചെയ്യേണ്ടത് ജസ്റ്റ് ആ ശ്വാസം ഒന്ന് അകത്തേക്ക് വലിക്കുക, ഒന്നകത്തേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക. ഓക്കെ, ഓപ്പണിംഗ് റൈസ്. അതിനുശേഷം ആ വ്യക്തിയുടെ പേര് ഒന്ന് ഇതിൽ എഴുതുക. ഈ കാർഡിൽ എഴുതിയതിനു ശേഷം ഫുൾ എഴുതിക്കോളൂ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ബോൾഡായിട്ട് എഴുതിക്കോളൂ. ഓക്കെ, ശരി. എഴുതി കഴിഞ്ഞാൽ ആ പേജ്, ആ കാർഡ് വലിച്ചെടുക്കാം. മേക്ക് ഇറ്റ് ടു ഫോൾഡ്, കയ്യിൽ വെക്കാം. ഓക്കെ, ടേക്ക് എ സീറ്റ്. നമുക്കൊരു മാജിക് ആയല്ല, ചെറിയ റോപ്പ് മാജിക് ആവും. സീ ദിസ് റോപ്പ്. റോപ്പിന് എത്ര അറ്റമാണുള്ളത്? റോപ്പിന് എത്ര അറ്റമാണ്? ഇത് പറയാം, ഒച്ചത്ത് പറയാം. 2 അറ്റം. ഞാൻ പറയുന്നത് ഈ റോപ്പ് നമ്മുടെ ജീവിതം പോലെയാണ്. അതായത് ജീവിതം എന്ന് വെച്ചാൽ ഒരു ജനനവും ഒരു മരണവും. റോപ്പിന് 2 അറ്റം. ജനനം, ഇത് മരണം. ഈ റോപ്പ് എപ്പോൾ വേണമെന്ന് മുറിഞ്ഞു പോകാം. റൈറ്റ്, അതുപോലെ റോപ്പാണിത്. സോ ഞാൻ ഇതിന് 3 അറ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ക്യാൻ യു ബിലീവ്? വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. സോ സീ ദിസ്. എൻ്റെ കയ്യിൽ വെച്ച ശേഷം 1, 2 and 3 എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ 3 and 4 റോപ്പ്. റോപ്പിന് 3 അറ്റം. 3 അറ്റമുള്ള റോപ്പ് ഉണ്ടായിരിക്കോ? 3 അറ്റമുള്ള റോപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. ശരിയല്ലേ? 3 അറ്റം ഉണ്ടെങ്കിൽ അതിന്റെ 4ാമത്തെ എവിടെയെങ്കിലും വേണം. ശരിയല്ലേ? ഓക്കെ, സീ ദ മാജിക്. ഞാൻ ഒന്ന് ഇത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ 4 അറ്റമുള്ള റോപ്പ്. കൈയടിക്കൂ പ്ലീസ്. നമ്മൾ അതിശയമായി കൈയടിക്കണം. ആ കൈയടിയാണ് എൻ്റെ വിജയം. സോ നേരത്തെ കണ്ടു 2 അറ്റമുള്ള റോപ്പ് കണ്ടു, 3 അറ്റം കണ്ടു, ഇപ്പോൾ 4 അറ്റം കണ്ടു. സോ സീ ദ മാജിക്. ഞാൻ കട്ട് ചെയ്ത് നോക്കിക്കോളൂ. ആലുമ്പത്തെ കറക്റ്റാണ്. നേരത്തെ 2 അറ്റമുള്ള റോപ്പ് കണ്ടു, 3 അറ്റം കണ്ടു, 4 അറ്റം കണ്ടു, 2 റോപ്സ്.
പേര് പറഞ്ഞു രഞ്ജിത്തിൻ്റെ മനസ്സിൽ ഒരു വാക്ക് ഇരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് വേർഡാണ്. അതായത് 5-6 പുസ്തകത്തിൽ നിന്ന് ഒരു പുസ്തകം രഞ്ജിത്ത് സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തു. ഞാൻ കമ്പൽ ചെയ്തില്ല, ഇല്ല ഒന്നും ചെയ്തില്ല, ശരി. ആൻഡ് അതിലൊരു പേജ് സെലക്ട് ചെയ്തു, റെഡി. ആൻഡ് ഒരു വാക്ക് സെലക്ട് ചെയ്തു, യെസ്, ഓക്കെ. ആ വാക്ക് മനസ്സിലുണ്ട്. ആസ് എ മെന്റലിസ്റ്റ്, മൈ ഡ്യൂട്ടി ഈസ് ടു റിവീൽ ദാറ്റ് വേർഡ്. ഓക്കെ, യു ക്യാൻ സ്റ്റാൻഡ് ദർ. സ്റ്റഡി ചെയ്യുന്നില്ല. ക്ലോസ് യുവർ ഐസ്. യെസ്, ഓപ്പൺ യുവർ ഐസ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓൺലി സേ യെസ് ഓർ നോ. അത് ഒരിക്കലും റിവീൽ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഓക്കെ. ആ വാക്കിൻ്റെ 4ാമത്തെ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ലെറ്റർ, ഇഫ് ഐ സേ ഇസ് ഓ, ക്യാൻ യു സേ എസ്? ഓ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എസ് എന്ന് പറയാൻ പറ്റുമോ? 4ാമത്തെ ആൽഫബറ്റിക്കൽ ലെറ്റർ ക്യാൻ കൗണ്ട്. യെസ്, കൊടുക്കണം. വെരി ഗുഡ്. Can check. കൗണ്ട് ചെയ്യാം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ശരിയല്ലേ? ഓക്കെ. സേ യെസ് ടു ഓഡിയൻസ്. 4ാമത്തെ ആൽഫബറ്റിക്കൽ ലെറ്റർ ഇസ് ഓ. ശരി, അവിടെ പറയൂ. ആൻഡ് ഞാൻ പറയുന്നു, I can see M in face. So the first letter ഒന്ന് പറയാമോ? ഫസ്റ്റ് ആൽഫബറ്റിക്കൽ ലെറ്റർ ഒന്ന് പറയാമോ? M. ക്വസ്റ്റ്യൻ നിൽക്കട്ടോ, ഒരു ക്വസ്റ്റ്യൻ നിൽക്കുന്നില്ല, ബിക്കോസ് എനിക്ക് കിട്ടുന്ന സാധനം എല്ലാം കിട്ടുന്നത്. സോ ലാസ്റ്റ് ആൽഫബറ്റിക്കൽ ലെറ്റർ ഇസ് ഇറ്റ് വൈ? പോലെ കൈ പോലെ ഇപ്പോൾ നമുക്ക് കിട്ടി MOY എന്ന് കിട്ടി, റൈറ്റ്? ആൻഡ് ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്, ചിലപ്പോൾ തെറ്റിപ്പോകാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ഇതിന് ചാൻസ് ഓഫ് ദ സക്സസ് ഇസ് ഓൺലി 60%. സോ ദ സെക്കൻഡ് ഈസ് ഒരു കാര്യം, ഏതും വില തൊട്ടോളൂ, എൻ്റെ വില തൊട്ടോളൂ, യു ക്യാൻ ടച്ച്. ഓക്കെ, ഓക്കെ. ദ സെക്കൻഡ് ഈസ് ഐ തിങ്ക് ഇസ് ഇറ്റ് E? ഇസ് ഇറ്റ് E? അവിടെ പറഞ്ഞു. യെസ്, യെസ്. And again M is there, I think. The third one is there. And straight away, I think the word in your mind is it memory? Thank you very much. Thank you. Short audience. This is memory. Thank you. Thank you. ഒരു കാരണവശാലും പേര് വിളിച്ചു പറയാൻ പാടില്ല, കയ്യിൽ വെക്കാം. അതൊന്ന് കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് കയ്യിൽ നോക്കാം. ഓക്കെ, റൈറ്റ്. ഒരു കളിക്കൂട്ടുകാരൻ അല്ലെങ്കിൽ കളിക്കൂട്ടുകാരി പറയാം. ഓക്കെ, ഞാനൊരു സംശയം ചോദിക്കുന്നത്, അത് ആണാണോ പെണ്ണാണോ എനിക്കറിയില്ല. അത് കെട്ടിക്കഴിഞ്ഞാൽ ആരായാലും പ്രശ്നമില്ലല്ലോ. ഇവിടെ ഓഡിയൻസ് ഇപ്പോൾ പ്രശ്നമില്ലല്ലോ, പ്രശ്നമില്ല. ഫാമിലി പ്രോബ്ലം ഇല്ലല്ലോ. ഓക്കെ, ഒന്ന് കാണാം. ഓപ്പൺ വോയിസ്. ആ പേരിന് വൈ എന്ന അക്ഷരമുണ്ടോ? ഉണ്ട്. യു ക്യാൻ സേ ഓൺലി യെസ് ഓർ നോ. പേര് പറയാൻ പാടില്ല, ബിക്കോസ് ഞാൻ എടുക്കാൻ പോകില്ല. റൈറ്റ്? ഓക്കെ, ദർ ഇസ് വൈ ഇൻ ദാറ്റ് നെയിം. ഷുവർ? യെസ്. 3ാമത്തെ ഇംഗ്ലീഷ് ലെറ്റർ അറിയില്ലെന്ന് നോക്കാം. ഇസ് ഇറ്റ്? പറഞ്ഞോളൂ. R. യെസ്, R. I am coming to point. Okay. 5 ലെറ്റർ. You can touch any one of these fingers. Yeah, touch it. Okay. Is it the second letter? Is it U? Yes. Yes? Yes. Thank you. The first letter, I think, doubted. First letter what? And the last letter I can see A. A. This is A. And the first letter, with the വളരെ സന്തോഷത്തോടെ ഞാൻ പറയാം, the first letter is yes. Yes. And the name in your mind,
നിങ്ങൾ കളിക്കൂട്ടുകാരൻ്റെ പേര് അതിൽ സൂര്യ. Just for the audience. Yes, Surya. Thank you very much. Thank you. And ജോണി ഏട്ടനാണ് ഇതിൻ്റെ കീ ആള്. ബിക്കോസ് ജോണി ഏട്ടനെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരു വ്യക്തിയാണ്. മാഡം ജോണി ഏട്ടനൊന്നും ചെയ്യിക്കുന്നില്ല. ജോണി ഏട്ടൻ വരെ മാഡമാണ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. And my duty as a mentalist is to reveal the currency number. Okay, just like currency എടുക്കാം. ആ കവർ മാറ്റി വെച്ചോളൂ. ആ നമ്പർ ജസ്റ്റ് നോക്കിക്കോളൂ. യു ക്യാൻ ചെക്ക് ദാറ്റ് നമ്പർ. യു ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് മീ. ഏതാ സാധിച്ചാൽ കിട്ടും. ഫോൾഡ് ഇറ്റ് കാണാൻ പാടില്ല. കയ്യിൽ വെക്കാം. കയ്യിൽ നിന്ന് പിടിച്ചോളൂ. യെസ്, ആ നമ്പർ എഴുതുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് അത് ശരിയാവുന്നില്ല കേട്ടോ. സോ ഞാൻ ഡയറക്റ്റ് എഴുതാൻ പോവുകയാണ്. ഞാൻ സ്റ്റേറ്റ് പറയാം. ഞാൻ പറഞ്ഞത് കണക്കായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിൽ 3 ഇംഗ്ലീഷ് ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഉണ്ട് ആൻഡ് 4 നമ്പേഴ്സ് ഉണ്ട്. റൈറ്റ്? ഓക്കെ, കാരണം ഈ കറൻസി 5 പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു കറൻസി മാഡം ഷഫിൾ ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് ഇതാണ്. എനിക്കറിയില്ല ഏതാണ്. സോ രണ്ടാമത്തത് ഇത് ഫസ്റ്റ് ആൽഫബറ്റ് ഇസ് ഡ്യൂ. ഇസ് ഇറ്റ് യു ആണോ? ഇസ് ഇറ്റ് യു? വി ഉണ്ടല്ലേ ഇത്? സോറി, വി ഉണ്ടല്ലേ? ഞാൻ ഡയറക്റ്റ് പറയാം, നമ്പർ പറയാം. യു ഹാവ് ടു സേ വെദർ ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ്. ഓക്കെ, ഇസ് ഇറ്റ് UAV 4605? ഇസ് ഇറ്റ് UAV 4605? അല്ല, സോറി, ചെക്ക് ചെയ്തോ ഒന്ന്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ഈ കാര്യം സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് നമ്പറുകളും കുറച്ച് ഇംഗ്ലീഷ് ആൽഫബറ്റിക് ലെറ്റേഴ്സ് വന്നു. അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കടലാസിൽ എഴുതിയതിന് ശേഷം ഒരു പേപ്പർ രൂപത്തിലാക്കി ഞാൻ ആദ്യം മുതൽ ഇവിടെ എറിഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്നു. ഓക്കെ, ആ ബോള് ജോണിയുടെ കയ്യിലുണ്ടല്ലേ? പെട്ടെന്ന് ഓപ്പൺ ചെയ്തു. ആൻഡ് നോക്കാം, ഞാൻ അതിൽ ഇന്ന് രാവിലെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എത്ര കണ്ട് സത്യമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ട്. UAV 4605. മാഡം പറയുന്നതല്ല എന്ന് പറയുന്നു. സോ അനി, യു ക്യാൻ റീഡ് ദ നമ്പർ. മാഡം എടുക്കാം. 4VA number 4VA 205403. Yes, thank you very much. Thank you. Yeah. Super. Thank you. Please. Gigi and Annie, Johnny for giving me this opportunity to present a small performance. ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കേട്ടോ. ഇതിലും വലിയ കാര്യങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. എന്നാൽ നിങ്ങളെല്ലാവരും മെറ്റൽ സ്പോർട്സ് ഫാമിലിക്ക് ഞാൻ എൻ്റെ ദ മൈൻഡ് ആൻഡ് മാജിക്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എനിവേ താങ്ക് യു. എല്ലാവർക്കും വളരെ ഇതിൽ കോപ്പറേറ്റ് ചെയ്ത് എല്ലാവർക്കും വളരെ സന്തോഷം, നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ മെന്റലിസ്റ്റ് നമ്മുടെ സുരേഷ് നാരായണൻ സർ, അപ്പം അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം സമ്മാനിച്ചെങ്കിൽ നല്ല. അതുപോലെ നമ്മുടെ മെറ്റൽ സ്പോർട്ടിനോടും വളരെ നന്ദിയുണ്ട്. മെറ്റൽ സ്പോർട്ടിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും വളരെ നന്ദിയുണ്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? മെറ്റൽ സ്പോർട്ടിൻ്റെ 10th ആനിവേഴ്സറി ആണ്. താങ്ക് യു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ സംതൃപ്തിക്ക് കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണെന്ന തിരിച്ചറിവാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം ബിസിനസിനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു അഭിപ്രായം കൊള്ളലാഭവും കുതന്ത്രത്തിൻ്റെ മേഖല എന്നുള്ള ഒരു ചിന്തയാണ് എല്ലായിടത്തും ഉള്ളത്. പക്ഷേ കുറഞ്ഞ ലാഭത്തിലൂടെയും അർപ്പണ മനോഭാവത്തോടെയും ആത്മാർത്ഥതയോടെയും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എന്നതിൻ്റെ തെളിവാണ് ഇന്നിവിടെ മെറ്റൽ സ്പോർട്ടിൻ്റെ ഈ 10ാം വാർഷികവും അതിൻ്റെ വിജയത്തിളക്കം. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ്. അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വേണ്ടി വൈദികർ നമ്മുടെ മോൺസിനോ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തിരക്കുള്ളത് ഞാൻ മറ്റൊരു ചടങ്ങിൽ പോകേണ്ടതുണ്ടെന്ന് പെട്ടെന്ന് പോയി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവരെ സ്നേഹപ്രദർശനം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് മുമ്പ് നമ്മളെ വളരെ എന്താ പറയുക, ആവേശത്തോടെയും അത്ഭുതത്തോടെയും നമ്മൾ മാജിക്, അതേപോലെ മെന്റലിസം, ആ ഒരു രീതിയിൽ നമ്മളെ സന്തോഷിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു സുരേഷ് നാരായണൻ. മെന്റലിസ്റ്റ് സുരേഷ് നാരായണനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അയൽക്കാർ, മറ്റ് കച്ചവടക്കാർ എല്ലാവരും കൂടിയുണ്ട്. അതോടൊപ്പം ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്റ്റാഫ്, അവരെ പ്രത്യേകം പറയുന്നത് ഞങ്ങളുടെ ഈ വിജയത്തിന് വേണ്ടി അവരുടെ കൂടെ പ്രയത്നമാണ്. അവരെയും അവരുടെ ഫാമിലിയെയും ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റൊരു ബ്രാൻഡ് സ്ഥാപനമായ തളിപ്പറമ്പിൽ നിന്നും അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ചടങ്ങിന് തന്നെ കാരണക്കാരും ഞങ്ങൾ നിൽക്കാൻ കാരണക്കാരും ആദ്യം പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സാണ്. അവരില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയില്ല. ഞങ്ങൾ ഇതുവരെ കാണിച്ച സ്നേഹവും സഹകരണവും ആത്മാർത്ഥതയോടെയുള്ള ഓരോ കച്ചവട അല്ലെങ്കിൽ നമ്മുടെ ഡീലിംഗ്, അതായത് ഞങ്ങൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങളുടെ ഈ വിജയത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെയും, ഫാബ്രിക്കേറ്റേഴ്സ്, മറ്റ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പേരെടുത്തുകൊണ്ട് മറ്റ് സ്പോട്ടിൻ്റെ പേരിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇതിൽ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കാമെന്ന് വെച്ചാൽ അതിലും കൂടുതലായിട്ട് നിങ്ങളെല്ലാം സപ്പോർട്ടാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. നമ്മൾ തുടങ്ങിയ അന്ന് മുതലുള്ള കാലങ്ങളിൽ ഓരോരുത്തരും മെറ്റൽ സ്പോർട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ 10 വർഷം മുമ്പാണെങ്കിൽ ആ 10 വർഷം മുമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ല ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. അതേപോലെ ഈ സ്ഥലത്തിൻ്റെതായ സ്ഥലമെന്ന് വെച്ചാൽ പശുകുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു അങ്ങനെ ആളാദ്യം വരുന്നതോ അങ്ങനെയുള്ളൊരു സ്ഥലം അല്ലാതെ ടൗണിൽ നിന്ന് ഒരു സൗകര്യം നോക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ഥലമെടുത്തു. അതേപോലെ ഇവിടെ മുമ്പോട്ടുള്ള നമ്മുടെ ഒരു സൗകര്യമാണ് മെയിനായിട്ട് ഇവിടെ നോക്കിയതെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിനും മറ്റേ വണ്ടി പാർക്കിങ്ങും അങ്ങനെയുള്ളൊരു സ്പേസ് നോക്കിയുള്ളൊരു സ്ഥലം നമ്മൾ സെറ്റാക്കി എടുത്തു. അതിൽ നമ്മളിവിടെ വന്നു ടൗൺ വിട്ടായാലും നമ്മളോടുകൂടി സഹകരിച്ച് കൂടെ നിന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ ഓർക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. അതായത് അവരാണ് എൻ്റെ സപ്പോർട്ട്, നമ്മുടെ മുമ്പോട്ടുള്ളതിൻ്റെ എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന പല വ്യക്തികളുമുണ്ട്. അന്ന് മുതൽ തുടക്കം മുതൽ ഇന്ന് വരെ പല സംരംഭങ്ങളിലേക്കും പല രീതിയിലേക്കും പോയിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അതായത് ഇപ്പം കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാടിൻ്റെ കിഴക്കൻ മേഖലയുണ്ട്, കടലോര മേഖലയുണ്ട്. ഈ പല നീലേശ്വരം, കാസർഗോഡ് പല ഭാഗത്തു നിന്നും നമ്മുടെ അടുത്തേക്ക് ആൾ വരുന്നുണ്ട്. എങ്കിലും നമ്മളോടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് അന്നും ഇന്നും നമ്മളെ തപ്പി വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നമ്മളിപ്പോൾ ഈ 10ാം വാർഷികം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് വെക്കണമെന്ന് വിചാരിച്ചല്ല. 10ാം വാർഷികത്തിലേക്ക് എത്തിയ അവസരത്തിൽ നമ്മുടെ ഒരു മനസ്സിലുണ്ടായ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ
നമുക്ക് 10ാം വർഷത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളൊരു ആഘോഷിക്കുന്നതിലും നമ്മളോടുകൂടി നിന്നവരെയും കൂടെ നമ്മൾക്കൊന്ന് കാണണം എന്നൊരു താല്പര്യം, അവരുടെ എല്ലാവരെയും ഒരു ഒന്നിട്ട് കൂട്ടണം എന്നൊരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഞങ്ങൾ മുതിർന്നത്. അതിൽ ഇവിടത്തേക്ക് എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിയിലും മെറ്റൽ സ്പോർട്ടിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഇനി നമ്മുടെ പ്രയാണത്തിൽ നിങ്ങൾ നമ്മളോടുകൂടി ഞങ്ങൾ നിങ്ങളോടുകൂടി ഉണ്ടാവും. ആ സപ്പോർട്ടും നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഓഫർ ഞാൻ ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. അധികം താമസിക്കാതെ തന്നെ അത് ഓരോരുത്തരെ പേഴ്സണലായിട്ട് അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു, ഞാൻ വിളിച്ച എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാവരും എന്നോട് എത്ര സപ്പോർട്ടുണ്ട്, സഹകരിക്കുന്നുണ്ട് എന്നതിൻ്റെ പൂർണ്ണ ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ഈ എത്തിയ ജനങ്ങൾ. അതിന് ഞാൻ ദൈവത്തോട് അത്യാവശ്യം നന്ദി പറയുന്നു. എല്ലാവരും ഒന്ന് എണീക്കുന്നവരെന്ന് വെച്ചാൽ അതേ ആദരണീയ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളൊന്ന് എണീച്ച് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റോടെ ചെയ്യാം. സ്പോർട്ടിൻ്റെ 10ാമത് വാർഷിക ആഘോഷത്തിന് പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ആദ്യമായി തന്നെ നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവട സ്ഥാപനം അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിന് സാധാരണഗതിയിൽ ഇത്രത്തോളം ആൾക്കാരൊന്നും പങ്കെടുക്കുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമല്ല. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവരോട് സഹകരിക്കുന്ന എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതിന് ഈ സ്ഥാപനം ഇന്നിവിടെ നിലനിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിച്ചു കഴിഞ്ഞു. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാനിടയായ സാഹചര്യം കാരണം ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം മുമ്പോട്ട് വന്നത്. കാരണം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നാട്ടിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും അതിനെയൊക്കെ സമചിത്തതയോടെ നേരിടാനും അതുപോലെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. ചേട്ടൻ്റെ മാതാപിതാക്കളല്ല നമ്മുടെ ജോണി അങ്കിൾ എല്ലാവരും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവാണ്. നല്ലൊരു കൈയടി കൂടി. സുധ വന്നിട്ടുണ്ട്. സുധ ബിജു. അടുത്ത ആള് വിനോദ്. സഞ്ജുട്ടി വന്നോ? ഓക്കെ, സഞ്ജുട്ടി എത്തിയിട്ടുണ്ട്. അടുത്തത് വിനോദ് കെ. വിനോദ് ചേട്ടാ ഒന്ന് ഓടി വരൂ. ഹലോ ബാബു ചേട്ടൻ, നല്ല ആരോഗ്യം കൊടുക്കട്ടെ. ഇതാക്കണമെന്ന് വരും നമ്മുടെ ബാബു ചേട്ടൻ. അതുപോലെ ഗണേശൻ ഗണേശേട്ടാ. അടുത്തത് ജയൻ, നമ്മുടെ നടൻ മരണപ്പെട്ടു പോയ നമ്മുടെ ജയൻ സാറിന്റെ പേര്. ജയൻ ചേട്ടാ വരൂ, കടന്നു വരൂ. സുധീഷ് ചേട്ടൻ. ഓക്കെ. അടുത്ത വിഷ്ണു, വീടിടം വിഷ്ണു ലോകമാക്കുന്ന വിഷ്ണു ചേട്ടാ, കമോൺ. നിജിൻ ചേട്ടനുണ്ടോ? നിജിൻ ചേട്ടനുണ്ടെങ്കിൽ അതാവുന്നുണ്ട്. നിജിൻ ചേട്ടൻ. അടുത്തത് സന്തോഷ് പി. സന്തോഷ് ചേട്ടാ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അടുത്ത് സുജിനേഷ് ചേട്ടൻ്റെ ഇവിടെ മൂവ്മെന്റ് ഇവിടെ ഉണ്ട്. അദ്ദേഹം വീണ്ടും കൊടുക്കും. അത് കിഷോർ കെ ജോസഫ്. കിഷോർ ഉണ്ടാവും. അങ്ങനെ നല്ലൊരു കൈ കൊടുത്ത് കാണിച്ചു കൊടുത്തേ. അച്ഛൻ്റെ നല്ലൊരു കൈ കൊടുത്തേ. എല്ലാവരും നല്ല നിറഞ്ഞ സദസ്സിൽ നല്ലൊരു കഴിയുണ്ട്. അവർക്ക് ഇനിയും ഉയരം നിൽക്കാൻ സാധിക്കട്ടെ. സുരേഷ് നാരായണൻ സാറിൽ നിന്ന് നമ്മുടെ വക ഒരു ഉപഹാരമുണ്ട് മെറ്റൽ സ്പോട്ടിന്റെ. അപ്പൊ എന്തായാലും സുരേഷ് ചേട്ടന്റെ
ക്ഷണിച്ചു കൊടുക്കുന്നു. സുരേഷേട്ടാ പ്ലീസ്. നമസ്കാരം. പേര് എൻ്റെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പേര് റിജോസ് എന്നാണ്. മൊറാലിയർ ഓഫീസിൻ്റെ നോർത്ത് കേരളയുടെ ഏരിയ മാനേജറാണ്. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. കാഞ്ഞങ്ങാട് ഒരു 20 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ പുള്ളി ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ മെറ്റൽ സ്പോർട്ടിൻ്റെ ആ ഒരു വിജയത്തിൽ മുഴുവനായിട്ടല്ലെങ്കിലും കുറച്ചൊക്കെ അത് കാണുവാനും അതിന് ഭാഗമാകാനൊക്കെ എനിക്കും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 10 വർഷം പൂർത്തീകരിച്ച് വിജയകരമായി ഇത്രത്തോളം ഈ ഒരു വലിയ നിലയിലേക്ക് മെറ്റൽ സ്പോർട്ട് എന്ന സ്ഥാപനം ഉയർന്നു നിൽക്കാൻ സാധിച്ചതിൽ അവർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. മെറ്റൽ സ്പോർട്ട് എന്ന സ്ഥാപനം 10 വർഷം ആഘോഷിക്കുമ്പോൾ അതിനോടൊപ്പം ചേരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. മെറ്റൽ സ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 6 വർഷം പൂർത്തിയായുള്ളൂ. അതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഈ മെറ്റൽ സ്പോർട്ട് ഈ 10ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഞങ്ങൾ ഓക്സി റൂഫിൻ്റെ എല്ലാവിധ ആശംസകൾ നേടുവാണ്. ഇന്ന് മെറ്റൽ സ്പോർട്ട് 10ാമത്തെ വാർഷികത ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയതിൽ അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിൽ എല്ലാ ആശംസകളും മെറ്റൽ സ്പോർട്ടിനെ അറിയിക്കുകയാണ്. കൂടാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യൂറോ ഗാർഡിനെ സപ്പോർട്ട് ചെയ്തത്, ഇനിയും നിങ്ങളെ സപ്പോർട്ട് യൂറോ ഗാർഡിന് എന്തായാലും ഉണ്ടാവണം. ഇപ്പോൾ യൂറോ ഗാർഡിൻ്റെ എല്ലാവിധ സപ്പോർട്ടും എല്ലാ ഫാബ്രിക്കേറ്റേഴ്സിനും മെറ്റൽ സ്പോർട്ടിനും ഉണ്ടാകുന്നതാണ്. ഒന്നുകൂടെ എല്ലാ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമസ്കാരം. പ്രിയപ്പെട്ടവരെ, മെറ്റൽ സ്പോർട്ടിൻ്റെ 10ാമത് വാർഷികാഘോഷം ഇവിടെ നടക്കുമ്പോൾ അതിനകത്ത് പങ്കുചേരാനും ഞങ്ങളുടെ പ്രൊഡക്റ്റ് അവതരിപ്പിക്കാനും ഉള്ള അവസരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളെ, ശാസ്ത്രീകരിക്കുന്ന സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ നമ്മുടെ കമ്പനി പ്രതിനിധികളെ, മെറ്റൽ സ്പോർട്ടിൻ്റെ ഈ 10ാം വാർഷികം എനിക്കിപ്പോൾ തോന്നുന്നത് 10ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്ത പോലെ തന്നെയാണ് തോന്നുന്നത്. 10 വർഷം കടന്നുപോയത് എത്ര പെട്ടെന്നാണ് എന്ന് തോന്നുന്നു. മെറ്റൽ സ്പോർട്ടിൻ്റെ ഈ വിജയത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം നമ്മുടെ മെറ്റൽ സ്പോർട്ടിൻ്റെ ഈ വിജയം എന്നത് നല്ല ക്വാളിറ്റിയോടുകൂടിയും നല്ല സത്യസന്ധതയോടുകൂടിയുള്ള കച്ചവടത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വികസിപ്പിക്കുന്നില്ല. സമയം വളരെയധികം വൈകി എന്നറിയാം. എങ്കിലും 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. മെറ്റൽ സ്പോർട്ട് അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുവാൻ വേണ്ടി നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരിക അമിത ലാഭവും അതുപോലെ തന്നെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളും എന്നൊക്കെയുള്ള ചിന്തയാണ്. എന്നാൽ സത്യസന്ധമായി ബിസിനസ് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ ലാഭം വെച്ചുകൊണ്ട് എങ്ങനെ വിജയിക്കാം എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെറ്റൽ സ്പോർട്ട്. നിങ്ങളുടെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ കുപ്പി അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ വലിയ പ്രേരക ശക്തിയായിരുന്ന ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾ, ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച മെൻ്റലിസ്റ്റ് സുരേഷ് നായർ സാർ, ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മളെ വിസ്മയത്തിൻ്റെ ഒരു ലോകത്തേക്ക് എത്തിച്ചു. അവസാന നിമിഷത്തിൽ ഞാൻ വിചാരിച്ചു കാര്യങ്ങൾ കൈവിട്ടുപോയല്ലോ. എങ്കിലും സാരമില്ല, അത്രയധികം വിജയത്തിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്തിയതല്ലേ. ഒരു കാര്യം പരാജയപ്പെട്ടാലും സഹിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചിന്തകൾക്കപ്പുറം അദ്ദേഹം വലിയൊരു വിസ്മയം കാണിച്ചു. സുരേഷ് നായർ സാർക്ക് ഈ മെറ്റൽ സ്പോർട്ടിൻ്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ, അവരൊക്കെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തോന്നുകയാണ്. കാരണം അവർ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവർ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. ഈ വേളയിൽ ഇവിടെ എത്തിച്ചേരുകയും ഈ മെറ്റൽ സ്പോർട്ടിന് വേണ്ടുന്ന എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്ത വിവിധ കമ്പനികളുടെ പ്രതിനിധികളെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ ഇവന്റിന് എത്തിച്ചേർന്ന എല്ലാവർക്കും മെറ്റൽ സ്പോർട്ടിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
നല്ലൊരു കയ്യടി, നല്ലൊരു ചിത്രം. ഇത്രയും നേരം ലൈവായി നമ്മളെ ഈ പ്രോഗ്രാം ലൈവാക്കി തന്ന സ്വാമിക്ക് പ്രത്യേകം നന്ദി, അഭിനന്ദനങ്ങൾ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിലും കിട്ടിയത്. താങ്ക്സ്, നിങ്ങൾ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. താങ്ക് യു സ്വാമി. ഞങ്ങൾ ഇത്ര വരെ എല്ലാവരുടെയും ഈ സ്നേഹത്തിൽ കീഴടങ്ങുകയായിരുന്നു. ഏതായാലും അല്പനിമിഷം ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ് നിങ്ങൾ കൂടെ ചെലവഴിക്കുകയാണ്. നേരത്തെ ആങ്കറിങ്ങിൽ പറഞ്ഞ പോലെ 10 വർഷം എന്ന ഒരു വിജയകരമായ സുദിനമാണ് ഇന്ന്. ഇനിയും ഈ പ്രസ്ഥാനത്തിന് വളരെയേറെ മുന്നേറാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കനായിലെ കല്യാണ നാളേ കൈകരണിയിലെ വെള്ളം മുതരി നീരാ കനായിലെ കല്യാണ നാളേ കൈകരണിയിലെ വെള്ളം മുതരി നീരാ വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടേ യേശുനാഥൻ. കനായിലെ കല്യാണ നാളിൽ കൈകരണിയിലെ വെള്ളം മുതരി നീരാ. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ ഭക്തനായി ജന്മമേരീശൻ. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ ഭക്തനായി ജന്മമേരീശൻ. വെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിലെന്നും വെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിലെന്നും. ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, യേശുവൻ ജീവനേ. കനായിലെ കല്യാണ നാളേ നേരത്തെ നമ്മളിവിടെ മെറ്റൽ സ്പോർട്ടിൻ്റെ സ്റ്റാഫ് അംഗങ്ങളെ ആദരിച്ചപ്പോൾ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമുണ്ട്. മെറ്റൽ സ്പോർട്ടിലെ അംഗങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവിയേട്ടി. ദേവിയേട്ടിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മെറ്റൽ സ്പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഷാജിയെ ക്ഷണിക്കുന്നു. താങ്ക് യു ദേവിയേട്ടി. Sami, 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 Sami,
സമയം